ബൈക്ക് അപകടത്തിൽ മരണമടഞ്ഞ അണക്കര കൊടുവേലിക്കുളത്ത് അലൻ കെ ഷിബുവിന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. ചുക്കുവള്ളം 6 മൈൽ സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ മൃതദേഹം സംസ്കരിച്ചു. ഇടുക്കി എം.പി. ടീൻ കുര്യാക്കോസ് മരണമടഞ്ഞ 2 യുവാക്കളുടെയും വീടുകൾ സന്ദർശിച്ചു. ചെല്ലാർകോവിലിന് സമീപം തൊഴിലാളികളുമായി വന്ന വാഹനത്തിൽ ബൈക്ക് ഇടിച്ചാണ് അണക്കര സ്വദേശികളായ അലൻ കെ ഷിബു, ഷാനറ്റ് ഷൈജു എന്നിവർ മരിച്ചത്. ഇരുവരുടെയും അമ്മമാർ വിദേശത്തായിരുന്നതിനാൽ സംസ്കാര ചടങ്ങുകൾ നീട്ടിവെക്കുകയായിരുന്നു. അലൻ കെ ഷിബുവിന്റെ മൃതദേഹം ഇന്നലെ കുങ്കിരിപ്പെട്ടി സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ സംസ്കരിച്ചു. ഭദ്രാസന അധ്യക്ഷൻ സക്കറിയ മാർ സെവേറിയോസ് മെത്രാപ്പൊലീത്ത സംസ്കാര ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. നാട്ടുകാരും ബന്ധുക്കളുമടക്കം 100 ആളുകളുടെ അന്തിമോപചാരങ്ങൾ ഏറ്റുവാങ്ങിയാണ് അലൻ യാത്രയായത്. ഇടുക്കി എം.പി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഇന്നലെ വൈകിട്ട് 2 വീടുകളിലും സന്ദർശനം നടത്തി. രണ്ടുപേരും ഡിഗ്രി വിദ്യാഭ്യാസത്തിന് വേണ്ടി കാത്തുനിൽക്കുന്ന സന്ദർഭത്തിൽ ഒരുമിച്ചുള്ള യാത്രയിലായിരുന്നു. വളരെ അപ്രതീക്ഷിതമായിട്ടുണ്ടായ ആക്സിഡന്റിൽ രണ്ടുപേരും മരണപ്പെടുകയായിരുന്നു. വേദനയിൽ പങ്കുചേരുന്നു. ഇത്രയും പെട്ടെന്ന് ഷാനറ്റിൻ്റെ മൃതദേഹ സംസ്കാരം ഉൾപ്പെടെ നടത്തപ്പെടേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ തുടർന്നു വരുന്നു. അകാലത്തിൽ പൊലിഞ്ഞ വിദ്യാർത്ഥികളുടെ വിയോഗത്തിൽ ബന്ധുക്കളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി അദ്ദേഹം പറഞ്ഞു. ഒപ്പം അപകടത്തിൽ മരിച്ച ഷാനറ്റിന്റെ മൃതദേഹം ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വിദേശത്തുള്ള മാതാവ് ജിനു എത്തിയ ശേഷം നാളെ അണക്കര 7 മൈൽ ഒലിവുമല സെന്റ് ജോൺസ് യാക്കോബായ പള്ളി സെമിത്തേരിയിൽ സംസ്കാരം നടത്തുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അണക്കര.